പൂക്കോട് വെറ്ററിനറി സർവകലാശാല ക്യാമ്പസിൽ സിദ്ധാർത്ഥനെ ഏറ്റവും ക്രൂരമായി ആക്രമിച്ചത് ഇന്ന് അറസ്റ്റിലായ സിൻജോ ജോൺസണാണെന്ന് പിതാവ് ടി ജയപ്രകാശ് പറയുന്നുണ്ട്. പ്രതികൾക്ക് CPMന്റെ സഹായം തുടക്കം മുതലുണ്ട്. അവരുടെ വിദ്യാർത്ഥി സംഘടനയാണ് SFI. കോളേജിൽ വേറെ സംഘടനയില്ല. SFIയുടെ വെറും പ്രവർത്തകരല്ല, നേതാക്കളാണ് കേസിൽ ഉൾപ്പെട്ടത്. അവയെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തം പാർട്ടിക്കുണ്ടാകാം. അത് അവരുടെ രീതി. വലിയ കുറ്റം ചെയ്താലും പാർട്ടി സംരക്ഷിക്കും. SFI നേതാക്കളെ പാർട്ടി കൈവിട്ടാൽ കോളേജിലെ ഭരണം പോകും. നേതാക്കളെ അറസ്റ്റ് ചെയ്താൽ കുട്ടി സഖാക്കൾക്ക് തോന്നും ഇനി രക്ഷയില്ല, വേറെ യൂണിയൻ ഉണ്ടാക്കാമെന്ന്. അതുകൊണ്ട് നേതാക്കളെ ഏതറ്റം വരെയും സംരക്ഷിക്കും. CBI അന്വേഷണം ഈ ഘട്ടത്തിൽ ആവശ്യപ്പെടുന്നില്ലെന്നും ജയപ്രകാശ് പറഞ്ഞു. അന്വേഷണം തൃപ്തികരമല്ലെങ്കിൽ അപ്പോൾ പറയും. ഈ ഘട്ടത്തിൽ ഉദ്യോഗസ്ഥരെ വിശ്വസിക്കുന്നു. പ്രതികൾക്കെതിരെ ചുമത്തിയത് നിസ്സാര ചാർജാണോ എന്ന് നോക്കേണ്ടതുണ്ട്. പ്രതികൾ കീഴടങ്ങിയതിൽ ദുരൂഹതയുമുണ്ട്. കീഴടങ്ങിക്കോ, രക്ഷിക്കാമെന്ന് നേതാക്കൾ പറഞ്ഞതിനനുസരിച്ചാണ് കീഴടങ്ങിയതെങ്കിൽ വകുപ്പുകൾ ദുർബലമാണോ എന്നും പരിശോധിക്കണം.